നമസ്കാരം. CPM-ൽ EP ജയരാജൻ കൂടുതൽ കരുത്താർജിക്കുന്നു. ഇതോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ EP ജയരാജന് പാർട്ടി നിർദ്ദേശം. MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയതിൽ പ്രതിഷേധിച്ച് നിന്നിരുന്ന EP ജയരാജൻ ഇനി മുതൽ AKG സെൻറ്ററിൻ്റെ ചുമതലകളിലും സജീവമാകും. കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പാർട്ടി ചുമതല പങ്കുവച്ചപ്പോൾ AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ 3 പേരെയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയത്. EP ജയരാജന് പുറമെ AK ബാലനും പുത്തലത്ത് ദിനേശനും. മുതിർന്ന നേതാവെന്ന നിലയിൽ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയും EP-ക്കായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണത്തിനു ശേഷം MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്കും PB അംഗത്വത്തിലേക്കും വന്നതോടെ EP ഉടക്കിലായി. സീനിയോറിറ്റി വെച്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരേണ്ടത് താനാണെന്നും പാർട്ടി നേതൃത്വം തന്നെ തഴഞ്ഞെന്നും പറഞ്ഞായിരുന്നു EP-യുടെ ഒഴിവാകൽ. LDF യോഗത്തിനും അത്യാവശ്യം സെക്രട്ടേറിയറ്റ് യോഗങ്ങൾക്കും വന്നു പോകുന്നയാളായി EP മാറി. മുഖ്യമന്ത്രി വിളിച്ച് ചർച്ച നടത്തിയെങ്കിലും EP വഴങ്ങിയിരുന്നില്ല. കഴിഞ്ഞയാഴ്ച ചേർന്ന CPM നേതൃയോഗമാണ് AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും പാർട്ടി മുന്നണി പ്രവർത്തനങ്ങളിൽ സജീവമാകാനും EP-ക്ക് നിർദ്ദേശം നൽകിയത്. കോടിയേരിയിൽ നിന്നും വ്യത്യസ്തനായി സർക്കാരിൻ്റെ ചില നയസമീപനങ്ങളോട് MV ഗോവിന്ദൻ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനുമായി അടുപ്പമുള്ള EP ജയരാജൻ AKG സെൻറ്ററിൻ്റെ മുഖ്യ ചുമതലയിലേക്ക് വരുന്നതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്.